എക്സലന്റ് കാറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ കൗണ്ടിഫ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു ഡേറ്റ റേഞ്ചിൽ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താനാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലുകൾ C9 തുടങ്ങി C17 വരെയുള്ള സെല്ലുകൾ. ഈ സെല്ലുകളിൽ ഗ്രേപ്പ്, ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയിട്ട് പല ഫ്രൂട്ട്സിൻ്റെ പേരുകൾ കാണാം. ഈ ഒരു ലിസ്റ്റിൽ എത്ര തവണ ആപ്പിൾ എന്ന ഫ്രൂട്ടിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ കൗണ്ടിഫ് എന്ന് ടൈപ്പ് ചെയ്യുക. കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫംഗ്ഷനുകളുടെ ലിസ്റ്റ് കാണാം. ഒന്നെങ്കിൽ നമുക്ക് കൗണ്ടിഫ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും കൗണ്ട് ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. ഈ കാണുന്നതാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. റേഞ്ച്, ക്രൈറ്റീരിയ. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ റേഞ്ച് ആണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് C9 തുടങ്ങി C17 വരെയുള്ള സെല്ലുകളാണ്. സോ C9 തുടങ്ങി C17 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആക്റ്റീവ് ആയത് കാണാം, ക്രൈറ്റീരിയ. ഇവിടെ നമുക്ക് വേണ്ടത് ആപ്പിൾ എന്ന ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണമാണ്. അതായത് എത്ര തവണ ആപ്പിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. അതായത് ഇവിടുത്തെ കണ്ടീഷൻ ആപ്പിൾ ആണ്. സോ ഡബിൾ കോട്ട്സ് ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 4 എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ അറിയാം 4 സെല്ലുകളിലാണ് ആപ്പിൾ എന്ന ടെക്സ്റ്റ് ഉള്ളത്. അതുപോലെ ഗ്രേപ്പ് എന്ന ടെക്സ്റ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ ഈ ഒരു ഫോർമുല കോപ്പി ചെയ്യുന്നു. ഇവിടെ അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ആപ്പിളിനെ ഗ്രേപ്പ് എന്ന് ചേഞ്ച് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഗ്രേപ്പ് എന്ന ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇനി കൗണ്ടിഫ് ഫംഗ്ഷൻ്റെ നമ്പറുകൾ ഉപയോഗിച്ചുള്ളൊരു എക്സാമ്പിൾ. ഈ കാണുന്ന സെല്ലുകൾ H9 തുടങ്ങി H17 വരെയുള്ള സെല്ലുകളിൽ എത്ര നമ്പറുകൾ 100-ൽ കൂടുതലാണെന്നറിയാൻ കൗണ്ടിഫ് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ കൗണ്ടിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് എന്ന് പറയുന്നത് ഈ നമ്പറുകൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളുടെ അഡ്രസ്സാണ്. അതായത് H9 തുടങ്ങി H17 വരെയുള്ള ഡേറ്റ റേഞ്ച്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ ആക്റ്റീവ് ആയത് കാണാം. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് 100-ൽ കൂടുതൽ വരുന്ന സംഖ്യകളുടെ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ 100 ആണ്. ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ 100 എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 5 എന്ന വാല്യൂ റിട്ടേൺ ചെയ്ത് കാണാം. ഇവിടെ നോക്കിയാൽ 101, 250, 125, 400, 111 തുടങ്ങി 5 സംഖ്യകളാണ് 100-ൽ കൂടുതലായിട്ടുള്ളത്. ഞാനിവിടെ പുതിയൊരു സംഖ്യയോടെ ആഡ് ചെയ്താൽ ഫംഗ്ഷൻ ആ ചേഞ്ചിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്തു. കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. ഇതൊരു സാമ്പിൾ സെയിൽസ് ഡേറ്റയാണ്. കോളം ബിയിൽ കുറച്ച് ചോക്ലേറ്റുകളുടെ പേരുകളുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ കാണുന്ന ബ്രാൻഡുകളാണ് ഇവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ കാണുന്ന ബ്രാൻഡുകൾ ഓരോന്നും എത്ര തവണ വീതം ഈ ലിസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ, ഉദാഹരണത്തിന് സ്നിക്കേഴ്സ് എന്ന ഈ ഒരു ബ്രാൻഡ് എത്ര തവണ ഈ ഒരു ലിസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ നമുക്ക് കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. അനലൈസ് ചെയ്യേണ്ട ലിസ്റ്റാണ് റേഞ്ച്. ഇവിടെ B2 തുടങ്ങി B101 വരെയുള്ള ഡേറ്റ റേഞ്ചാണ് നമ്മുടെ റേഞ്ച്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ. സ്നിക്കേഴ്സ് എന്ന ബ്രാൻഡാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഒന്നുകിൽ നമുക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ സ്നിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ സെൽ റെഫറൻസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് E3 എന്ന സെല്ലിൽ സ്നിക്കേഴ്സ് എന്ന ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലാണ് ഞാനിവിടെ ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുക. സോ E3 എന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ സ്നിക്കേഴ്സ് എന്ന ബ്രാൻഡ് എത്ര തവണ ഈ ഒരു ലിസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള നമ്പർ നമുക്കിവിടെ അവൈലബിൾ ആയി.
26 തവണയാണ് സ്നിക്കേഴ്സ് എന്ന ബ്രാൻഡ് ഈ ഒരു ലിസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കാണുന്ന ബ്രാൻഡുകളുടെ എണ്ണവും നമുക്ക് ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഈ കാണുന്ന ഫോർമുലയിലെ റെഫറൻസുകളെ നമുക്ക് അബ്സല്യൂട്ട് ആക്കി മാറ്റണം. ഒരു റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാൻ ആ റെഫറൻസിൻ്റെ കോളം ഇൻഡെക്സിനും റോ ഇൻഡെക്സിനും തൊട്ട് മുമ്പിൽ ഡോളർ സിമ്പിൾ ആഡ് ചെയ്യുക. ഇനി ഈ ഫോർമുല ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ബ്രാൻഡുകൾ ഓരോന്നും എത്ര തവണ വീതം ഈ ലിസ്റ്റിൽ റിപ്പീറ്റ് ആയിട്ടുണ്ടെന്നുള്ള നമ്പറുകൾ ഇവിടെ അവൈലബിൾ ആയി. ഇതിൻ്റെ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ 100 വരേണ്ടത്, കാരണം ഇവിടെ 100 റെക്കോർഡ്സ് ആണുള്ളത്. ഞാനിവിടെ B3 എന്ന സെല്ലിലെ എൻട്രി ബൗണ്ടി എന്ന ബ്രാൻഡിന് പകരം സ്നിക്കേഴ്സ് ആക്കി മാറ്റിയാൽ ഇവിടുത്തെ സ്നിക്കേഴ്സിൻ്റെ കൗണ്ട് ഇൻക്രീസ് ആയി. സോ കൗണ്ടിഫ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.